മലയാള സിനിമയിലെ ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഹീറോ, നായക നടന്മാരുടെ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരം. ഹാസ്യവേഷങ്ങളിൽ തുടങ്ങി ക്യാരക്ടർ വേഷങ്ങളിലൂടെ നായകനായി ദേശീയ അവാർഡ് നേടി, അതുക്കും മേലെ ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ടെലിവിഷൻ ഹോസ്റ്റ് ആയ ദി വൺ ആൻഡ് ഓൺലി സുരാജ് വെഞ്ഞാറമൂട്. വെൽക്കം. താങ്ക് യു. നമുക്ക് മുതലാളി നമസ്കാരം. നമസ്തേ. നമസ്തേ. മുതലാളിയാണോ? അല്ല, ഞങ്ങൾ സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കുന്നുള്ളതാണ്. സുരാജ് വലിയ മുതലാളി. സുരായിട്ട് നമ്മുടെ പരിപാടിയിൽ വരുമ്പോ ഇന്നത്തെ വരവില് കുറെ രസങ്ങളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു 3 സീസണായിട്ട് വിളിക്കുന്നുണ്ട്. അറിയാലോ, നമ്മുടെ പരിപാടി കോവിഡ് സമയത്ത് തുടങ്ങിയപ്പോൾ തൊട്ട്. കാരണം മലയാളത്തിന്റെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ ഏതെങ്കിലും തമാശ സംബന്ധിയായ ഒരു പരിപാടി തുടങ്ങിയിട്ട് സുരാജ് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടി പൂർണ്ണമാകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പലതവണ വിളിക്കുമ്പോഴും അറിയാലോ, ഡ്രൈവിംഗ് ലൈസൻസ് പോലെ പൃഥ്വിരാജിന്റെ കൂടെ ഒപ്പം നായകനാകുന്നു, തന്നെത്താൻ നായകനാകുന്നു, ഇതിനിടെ സഹനടനാകുന്നു, ഇതിനിടെ കോമഡിക്ക് പോകുന്നു, അങ്ങനെ പല പരിപാടികളും നിൽക്കുകയാണ്. നിലത്തേക്കാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ നമ്മുടെ ഷെഡ്യൂളുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴും സുരാട്ടനെ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എനിക്കൊരു വിളി വരികയാണ്. അതായത് പുള്ളിയുടെ നാട്ടിലൊരു പരിപാടി, അത് നാടകക്കാരുടെ ഒരു വലിയ പ്രോഗ്രാമാണ്. കാലങ്ങളായിട്ട് വെഞ്ഞാറമൂട്ടിൽ വലിയ പരിപാടിയാണ്. മമ്മൂക്കി ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളൊരു ചടങ്ങാണ്. അതില് അദ്ദേഹം ധർമ്മജനെ വിളിച്ചു. ധർമ്മജനാണ് ഗസ്റ്റ്. ധർമ്മജനാണല്ലോ ഗസ്റ്റ്. പതിവ് പോലെ രാവിലെ അവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴോ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, കുറെ നാളെ. അപ്പോ ധർമ്മജനെ വിളിച്ചു. അന്ന് രാവിലെ ധർമ്മജന്റെ ഫോൺ ഓഫ്. തിരുവനന്തപുരത്ത് വൈകുന്നേരം എത്രയെങ്കിലും ഒരു ഉച്ചക്കെങ്കിലും പുറപ്പെടണം. ഉച്ച വരെ ഫോൺ ഓഫ്. ധർമ്മജൻ പുറപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. ധർമ്മജന്റെ ഫോൺ എന്തോ ബാറ്ററി തീർന്ന് ഓഫാണ്. അപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നെ ഒരു 11 മണിയപ്പോഴേ, എടേ ആ ധർമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വൈകുന്നേരം അവൻ വന്നില്ലെങ്കിൽ ആ പ്രശ്നം, നിനക്ക് ഫ്രീ ആണോ ഇന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, നീ വാ നിനക്ക് ഇപ്പൊ പുറപ്പെട്ടാല് അവിടെ നിന്ന് ഓടി ഇവിടെ എത്താൻ പറ്റും, അവൻ എത്തിയില്ലെങ്കിൽ എനിക്ക് ആകെ പ്രശ്നമാവും, നീ വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പുള്ളി പെട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ അടുത്ത ഷെഡ്യൂൾ എന്റെ എപ്പിസോഡ് വന്നില്ലെങ്കിൽ പരിപാടി, എടേ ഞാൻ വരാടെ, നിന്റെ എപ്പിസോഡ് എവിടെ, നീ പറ. സത്യമാണ്, അപകട സമയത്തിൽ വിലപേശിയ ഒരുത്തനാണ് ഇവൻ. ഒരു പെട്ടിരിക്കുന്ന സമയത്ത് വിലപേശി ഉടനെ എടുത്തു വെച്ചിട്ട്, പിന്നെ അണ്ണ എന്തായാലും നിങ്ങൾ ഇതിന് വരണം, വരാതിരിക്കരുത്. ഒരു ദിവസമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അന്ന് വാക്ക് കൊടുത്തതാണ്. പിന്നെ ഈ ഷോ ഞാൻ കാണുന്നതാണ്. ഒരുപാട് പ്രതിഭകളെ ഉണ്ടാക്കിയെടുത്ത ഒരു ഷോയാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ള പല ആൾക്കാരെയും പല ചാനലിലും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ഗ്രൂം ചെയ്ത് എല്ലാ പരിപാടിയും വളർത്തി വലുതാക്കി വേറെ ചാനലുകാർക്ക് കൊടുക്കുക, അങ്ങനെയാണ് ഇത് നടന്നത്. പിന്നെ ഞാനും നമ്മളും അങ്ങനെ തടയാറില്ല. അവരുടെ ഒരു അവസരങ്ങൾ എപ്പോഴും കൂടുതൽ അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ഒരു സ്വഭാവം. ഒരു നാഷണൽ അവാർഡും 3 സ്റ്റേറ്റ് അവാർഡുമാണ് ഈ നിൽക്കുന്നത്. തുടക്കം തൊട്ട് പറയുമ്പം സുരാജേട്ടന്റെ ഒരു വരവിന്റെ സമയത്ത്, സുരാജേട്ടൻ സിനിമയിൽ വന്ന് നർമ്മം പറഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്കറിയാവുന്ന പലരും പോലും ഇതിനൊരു കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരം കൊണ്ട് ഇത് മാക്സിമം തിരുവനന്തപുരം അല്ല, എനിക്കറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ്. ആ കാലപരിധിയിൽ നിന്നും ഏകദേശം ഒരു 10-23 വർഷം കഴിഞ്ഞു സജീവമായിട്ട് സിനിമയിൽ നിൽക്കാൻ. ചെറിയ ചെറിയ വേഷങ്ങൾ അതിലും ആവുന്നു. അത്രയും കാലം സിനിമയിൽ നിൽക്കുന്നു, അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നു. പിന്നെ നമ്മൾ പലപ്പോഴും ചെറിയ വേഷങ്ങളെ കുറിച്ച് ഇവിടെ വന്ന പലരും പറഞ്ഞിട്ടുണ്ട്. ചെറിയ വേഷങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു സീനാണ് ഉള്ളത്. ഒരു സിനിമയിലെ ഒരു സീനാണ് അദ്ദേഹം അഭിനയിച്ചത്. അവിടുന്ന് ഇങ്ങോട്ടും കണ്ണൂർ ഭാഷ പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില് അഭിനയിക്കുമ്പോഴും പ്രായം കവിഞ്ഞു വെച്ച് പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ കഴിഞ്ഞ 2 ദശകങ്ങളിലധികമായി എത്ര കഥാപാത്രങ്ങളെ നമുക്ക് തന്ന ഒരാളാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് റിലീസായ മദനോത്സവം എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആയിട്ട് എല്ലാ സിനിമകളും മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ് സുരാജേട്ടൻ ചെയ്യുന്നത്. സുരാജേട്ടന്റെ അച്ഛൻ എക്സ് സർവീസ് ആയിരുന്നു, ഒരു സഹോദരൻ മിലിറ്ററിയിലുണ്ടായിരുന്നു. അപ്പോൾ പട്ടാളത്തിൽ പോകാനിരുന്ന ആളാണ്. അച്ഛനും ചേട്ടനും പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ പോകാനിരുന്ന ആള് ഒരു സൈക്കിൾ അപകടം പറ്റി കൈ ഒടിഞ്ഞ് പട്ടാളത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അല്ലെന്നെങ്കിൽ അതിർത്തിയിൽ എവിടെയോ തോക്കുമായിട്ട് കിടക്കേണ്ട ഒരു മനുഷ്യനാണ് നമ്മുടെ തോക്കുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കിടക്കേണ്ട ആളാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം.
ഒരുപാട് പേരെ ചിരിപ്പിച്ച കലാകാരന്മാരാണ്. എനിക്ക് ചിരിപ്പിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്, ചിരിക്കാനും ഇഷ്ടമാണ്. എല്ലാവർക്കും ചിരിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകളും അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം, ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഞാൻ പലപ്പോഴും പല ആർട്ടിസ്റ്റുകളുടെയും തുടക്കം വലിയ തിരക്കില്ലായ്മ തുടർച്ച് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതിൽ കണ്ട കാലം തൊട്ട് ഇന്ന് വരെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും സിനിമകളിലെ തിരക്കും ഒക്കെ വന്നിട്ടും സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്താത്ത ഒരാളാണ് സുരാജ്. അതിനെ ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നാഷണൽ അവാർഡ് ബാധിക്കാത്തൊരു കലാകാരൻ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നാഷണൽ അവാർഡ് ബാധിക്കും ചിലർക്ക്, ഇത് അങ്ങനെ ബാധിക്കാതെ ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. താങ്ക് യു വെരി മച്ച്.